ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എസ്പെഷ്യലി ഫോർ മീ. കുറച്ച് ദിവസമായിട്ട് ദിലു എൻ്റെ പുറകെ തന്നെയാണ്. എന്താന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു പ്രേത സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് നിനക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മൂവി അല്ലേ, അപ്പം നമുക്ക് പോയാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതൊരു വൈഫും ഹസ്ബൻഡിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണല്ലോ ഇതൊക്കെ. അതുപോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ആളിത് ഓൾറെഡി കണ്ട മൂവി ആയിരുന്നു കേട്ടോ. ആളുടെ കസിൻ്റെ കൂടെ പോയി കണ്ടതായിരുന്നു. അന്ന് മുതൽ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി കണ്ടാലോ എന്ന്. പ്രേത സിനിമ ആയതുകൊണ്ട് തന്നെ പാറു കൂടെ ഇല്ലാത്ത ടൈം നോക്കി വേണം പോവാന്. അങ്ങനെ ഇന്ന് രാവിലെ പാറുവിനെ സ്കൂളിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം എന്നാ നമുക്ക് മൂവി കാണാൻ പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ മൂവി കാണാനായിട്ട് ഇറങ്ങി. മൂവി കാണുക എന്നതിലുപരി ഞങ്ങൾക്ക് മാത്രമായി എൻജോയ് ചെയ്യാൻ കിട്ടുന്ന നിമിഷങ്ങളാണല്ലോ ഇതൊക്കെ. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമായി കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം, ട്രാവൽ ചെയ്യാം, പുറത്തു നിന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇതെല്ലാം എല്ലാ പാർട്ട്നേഴ്സും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലോ. പ്രണവ് മോഹൻലാലിൻ്റെ ഡൈസീറ എന്ന മൂവിയാണ് കണ്ടത്. പ്രേത സിനിമ എന്ന ലേബലുള്ള പടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വരുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു മൂവിയിലുടനീളം. ഞങ്ങൾ രണ്ടാളും അത്യാവശ്യം പേടിച്ചു. നല്ല മൂവിയായിരുന്നു. മൂവി കണ്ടിറങ്ങിയപ്പോഴേക്കും ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഓൺ ദി വേ കണ്ടൊരു ഹോട്ടലിൽ കയറി ഒരു മീൽ കഴിച്ചു. ഞങ്ങൾ മൂവി കണ്ട കാര്യമൊന്നും അവളോട് പറയാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കൂട്ടാതെ പോയതിന് ഭയങ്കര പരിഭവമായിരിക്കും അവൾക്ക്. അപ്പോഴേക്കും പാറുവിനെ പിക്ക് ചെയ്യാനുള്ള സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പാറുവിൻ്റെ സ്കൂളിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. പിന്നെ അച്ഛനും മോളും നേരിട്ട് കണ്ടാൽ എപ്പോഴും ഉള്ളതാണ് കേട്ടോ അച്ഛൻ്റെ ഈ ഒരു സ്നേഹപ്രകടനം. അച്ഛൻ കുറച്ച് എക്സ്പ്രസീവാണ്, ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റുമാണ്. ആളുടെ കൂടെ കൂടിയതിന് ശേഷം ഞാനും കുറേയൊക്കെ പഠിച്ചു വരുന്നു എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം സ്നേഹം എന്നൊക്കെ. അങ്ങനെ കുറച്ച് നേരത്തെ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവളെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ബേക്കറിയിലേക്ക് കയറി. ഞങ്ങൾ സ്ഥിരം കയറുന്ന ബേക്കറിയാണ് കേട്ടോ. അവൾക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേക്ക് തന്നെയാണ്. അത് തന്നെ മേടിച്ചു കൊടുത്തു. അവളും സന്തോഷിക്കട്ടെ ഞങ്ങളെപ്പോലെ. എല്ലായ്പ്പോഴും കിട്ടില്ലല്ലോ ഇങ്ങനെ സന്തോഷിക്കാനുള്ള കുറച്ച് നിമിഷങ്ങൾ. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം. കേക്ക് കഴിക്കുന്നതിനിടെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അമ്മയും അച്ഛനും കഴിക്കാത്തത്, സാധാരണ നിങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്നൊക്കെ. ഞങ്ങൾ മൂവിക്ക് പോയ കാര്യവും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച കാര്യവും ഒക്കെ പറയാതെ അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ട് രണ്ടാളും. ഞങ്ങളുടെ വീട്ടിലെ CBI ആണ് പ്രാർത്ഥന ദിലീപ്. വീട്ടിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്ന ആളാണ്. സ്കൂള് വിട്ട് വന്നാൽ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ മാറ്റി വെച്ചാലോ പുതുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാലോ ഒക്കെ പെട്ടെന്ന് കണ്ടെത്തും അവള്. ഞങ്ങൾ പാറു അറിയാതെ ഒപ്പിക്കുന്ന പല കള്ളത്തരങ്ങളും പല സിറ്റുവേഷൻസിലും അവൾ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം അവളെ ഡീൽ ചെയ്യാൻ. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ ഒരു ക്വസ്റ്റ്യനിങ് സെഷൻ ഉണ്ട്. ഇന്ന് എന്തായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചത്, ഈ സാധനം എങ്ങനെ ഇവിടെ വന്നു, അതൊക്കെ കാണുമ്പോൾ ഇവള് ഭാവിയിൽ ഒരു CBI ആവുമോ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അവളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മുട്ടുകുത്തിപ്പോയ രണ്ട് പാവം മനുഷ്യന്മാരാണ് ഞങ്ങൾ. അങ്ങനെ അവളെയും സന്തോഷിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് 3 പേർക്കും സന്തോഷപ്രദമായ ഒരു ദിവസമായി മാറി. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ കൂളായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായി മാറി. ഇനിയും ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.